പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 11ാം മത്സരത്തിനായി നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ ബംഗളൂരു FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരത്തിലെ എതിരാളികൾ. ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു FCയും കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-3 ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക വീട്ടാൻ കൂടിയാണ് നാളത്തെ മത്സരത്തിൽ ബംഗളൂരു FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. അവരുടെ ഹോമിൽ ചെന്ന് അവരെ പരാജയപ്പെടുത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. നാളത്തെ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വാക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിനായി ഉറ്റുനോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകരും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു സാധ്യത 11 നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിലേതുപോലെയുള്ള ഒരു ലൈനപ്പിൽ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. കാരണം 4 അതുപോലെ തന്നെ 2-3-1 ഫോർമേഷൻ ആയിരിക്കും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിഫൻസിലെ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിയും സെൻറ്റർ ബാക്കുകളായി തുടരും. അതുപോലെ തന്നെ നവോച്ച ലെഫ്റ്റ് ബാക്കിലും തുടരും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ പ്രബീർ ദാസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ സന്ദീപ് സിംഗുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ റൈറ്റ് ബാക്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇരു താരങ്ങൾക്കും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. പ്രബീർ ദാസ് വരുന്നതോടുകൂടി മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ പന്തെത്തുകയും അതുപോലെ തന്നെ നല്ല ക്രോസുകൾ മുന്നേറ്റ നിരയിലേക്ക് എത്തുമെന്ന് ഉള്ളതുകൊണ്ട് പ്രബീറിനെ നമ്മളോട് പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ പ്രബീർ ദാസ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്ത ബ്ലാസ്റ്റേഴ്സ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം വിമാനത്താവളത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബീർ ദാസിനെ നാളത്തെ മത്സരത്തിൽ നമ്മൾ ആദ്യ ലെവലിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മികച്ച കോംബോ തന്നെ അവർ തമ്മിലുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടും അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി തുടരും. അതുപോലെ തന്നെ ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക നമ്മുടെ നോവാസുദോയും അതുപോലെ തന്നെ കോറു സിംഗുമായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ രാഹുലായിരുന്നു വലത് വിങ്ങിൽ കളിച്ചിരുന്നത്. എന്നാൽ രാഹുലിന് കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന് പകരം അവിടെ കോറു സിംഗ് വീണ്ടും ആദ്യ ലെവലിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഗോൾ അടിച്ചു കൂട്ടാനായി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മെഷീൻ ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഒരു ലൈനപ്പിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു FCയും തമ്മിലുള്ള സ്കോർ എങ്ങനെയായിരിക്കുമെന്നും നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.